സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നും ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എല്ലാവരും അറിഞ്ഞു കാണും, റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ന്യൂസ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സെപ്റ്റംബർ 14 തീയതിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 13 വരെ 1 മന്തിന്റെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൂടി. നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്ന NTPC അല്ലെ, NTPC 2 ലെവൽ ഉണ്ടെന്ന് അറിയാം. നമുക്ക് 2 ലെവലുണ്ട്. ഡിഗ്രിയിലെ ഗ്രാജുവേഷൻ ലെവലും ഉണ്ട്, അണ്ടർ ഗ്രാജുവേഷൻ ലെവലും ഉണ്ട്. ഒരു +2 ലെവലുള്ള പോസ്റ്റുകൾ നമുക്കിപ്പം ഒരു ന്യൂസ് ലെറ്റർ റിലീസ് ആയിട്ടുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെത് 14 തീയതിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ്സും കാര്യങ്ങളും ഗ്രാജുവേഷൻ പോസ്റ്റുള്ള നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 14/9/2024. മെയിൻ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാ നോക്കി. ചീഫ് കൊമേഴ്ഷ്യൽ കം ക്രിക്കറ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകൾ ഉണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജേഴ്സ് വരുന്നുണ്ട്, അതേപോലെ ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്, അതേപോലെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഏകദേശം 8,000 അടുത്താണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രീവിയസ് ഇയർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഓരോ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേക്കൻസിയുടെ എണ്ണത്തിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് വരുന്നത് കാണാം അല്ലെ. നമുക്ക് നേരത്തെ നമ്മുടെ ALP വിളിച്ചിട്ടുണ്ടായിരുന്നു, 5,000 ആയിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, വേക്കൻസി ഒരു ടെൻഡൻസി വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 1 or 2 months കഴിയുമ്പോഴത്തേക്ക് വേക്കൻസി എത്രയായിട്ട് മാറിയിട്ടുണ്ട്, 18,000 അടുത്തേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ടെക്നീഷ്യൻ അല്ലെ, ടെക്നീഷ്യന്റെ വേക്കൻസിയും കുറവായിരുന്നു. ഇപ്പൊ ടെക്നീഷ്യന്റെ വേക്കൻസി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രസ് റിലീസ് അവർ ഇറക്കിയിട്ടുണ്ട്. സോ ഇപ്പോഴുള്ള വേക്കൻസി നോക്കണ്ട, വേക്കൻസിയുടെ എണ്ണം വീണ്ടും ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി 8,113 വേക്കൻസീസ് ആണ് ഗ്രാജുവേഷൻ ലെവല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേഷൻ പോസ്റ്റുകൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 21 സെപ്റ്റംബർ 21 തീയതിയാണ്. എൻഡ് ചെയ്യുന്നത് ഒക്ടോബർ 20 തീയതിയാണ് അല്ലെ. അതിൽ ഏകദേശം 3,445 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ വേക്കൻസി ആണെന്ന് നോക്കാം നമുക്ക്. കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ചെക്കർ, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, അതായത് നമ്മുടെ TTR പോസ്റ്റ് പോലത്തെ പോസ്റ്റുകളാണ് വരുന്നത്. അക്കൗണ്ടന്റ് ക്ലർക്ക് വരുന്നുണ്ട്, അതേപോലെ ജൂനിയർ ക്ലർക്ക് വരുന്നുണ്ട്, ട്രെയിൻ ചെക്കേഴ്സ് വരുന്നുണ്ട് അല്ലെ. ട്രെയിൻ ചെക്കേഴ്സ് TTR പോലത്തെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ടോട്ടൽ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നോക്കണ്ട, അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് വിചാരിക്കാം. അതേപോലെ നമുക്കൊരു മെഡിക്കൽ വിഷൻ സ്റ്റാൻഡേർഡ് കൂടി ഇവിടെ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ A2, A3, B2 and C2 വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നേരത്തെ സെയിം ഫീസ് തന്നെയാണ് പറയുന്നത്. എത്രയാണ്, 500 rupees ആണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജ് എക്സാംസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു 400 rupees നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ SC ST, അതേപോലെ ഫീമെയിൽസ്, ട്രാൻസ്ജെൻഡേഴ്സ് പോലത്തെ ആളുകൾക്ക് വരുന്നത്, ആ കാറ്റഗറിയിൽ വരുന്നത് 250 rupees ആണ്. അത് എക്സാം ഫസ്റ്റ് സ്റ്റേജ് എക്സാംസ് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. ഏകദേശം 21 സോണുകളിലാണ് നമുക്ക് എന്തായിട്ടുള്ളത് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. സോ ഇപ്പോഴുള്ള വേക്കൻസി നോക്കണ്ട, ഇപ്പൊ ഏകദേശം 11,000 അടുത്താണ് വേക്കൻസി വരുന്നത്. ആ വേക്കൻസി ഗ്രാജുവലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു പുതിയ ബാച്ചുകൾ നമ്മുടെ മെയിൻ ആയിട്ട് ഓഫ്ലൈൻ സെന്റേഴ്സുകൾ വരുന്നത്, നമ്മുടെ കോച്ചിങ്ങിന്റെ ഓഫ്ലൈൻ സെന്റേഴ്സുകൾ വരുന്നത് കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ്. അതിന്റെ ഓഫ്ലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ ഗ്രാജുവേഷൻ ലെവലാണെങ്കിലും അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് കോച്ചിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കോച്ചിങ്സ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തിന്റെ ലൈവ് ക്ലാസ്സുകൾ, ഇപ്പൊ ഈ ജില്ലകൾക്ക് പുറത്തുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ, വീക്ക്ലി ക്ലാസ്സുകൾ ഉണ്ട്, അതേപോലെ എന്തുണ്ട് റെഗുലർ ബാച്ചുകൾ ഉണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും പോസിബിൾ അല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോസിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും വൈകിക്കരുത്. ഒരു ഗവൺമെന്റ് ജോലി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ ഒരു അവസരം ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വരുന്ന ഒരു 8 monthsiനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വൈസ് ലെറ്റർ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് കഠിന പ്രയത്നം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അഡ്വൈസ് ലെറ്റർ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ടൈം പീരീഡ്, ഈ വരുന്ന ഒരു 8 months നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുക. മാക്സിമം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ഒരു ഗവൺമെന്റ് ജോബ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും എത്തിച്ചേരുക.
ഓക്കെ. അപ്പോൾ റെയിൽവേയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ സെപ്റ്റംബർ എപ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പബ്ലിക്കായിട്ട് റിലീസ് ആവുന്നത്, ഒഫീഷ്യലായിട്ട് റിലീസ് ആവുന്നത്, ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോസ് എന്തൊക്കെ ചെക്ക് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോസ്റ്റിന്റെ ഏതൊക്കെ ഓർഡറിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.